മലയാളത്തിന്റെ വാനമ്പാടിക്ക് ഇന്ന് പിറന്നാൾ മധുരം. പകരം വയ്ക്കാനില്ലാത്ത സ്വരമാധുര്യം. മലയാളത്തിന്റെ വാനമ്പാടി കെ.എസ്. ചിത്രയ്ക്ക് ഇന്ന് 61 വയസ്സ്. 1963 ജൂലൈ 27 പ്രശസ്ത സംഗീതജ്ഞൻ കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും 3 മക്കളിൽ രണ്ടാമത്തവളായി ചിത്ര ജനിച്ചു. അച്ഛനായിരുന്നു ആദ്യ ഗുരു. ചിത്രയെ സ്ഫുടം ചെയ്തെടുത്തത് കർണാടക സംഗീതജ്ഞ ഡോക്ടർ കെ ഓമനക്കുട്ടിയായിരുന്നു. ഓമനക്കുട്ടിയുടെ സഹോദരൻ എം.ജി. രാധാകൃഷ്ണനാണ് ചിത്ര എന്ന പാട്ടുകാരിയെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. 1979 അദ്ദേഹം സംഗീതം നിർവഹിച്ച അട്ടഹാസം എന്ന ചിത്രത്തിലൂടെ. ആ സിനിമ 1 വർഷത്തിനു ശേഷമാണ് പുറത്തിറങ്ങിയത്. അതിനു മുമ്പ് പത്മരാജൻ സംവിധാനം ചെയ്ത നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിൽ അരികിലോ അകലെയോ എന്ന ചിത്രപാടിയ ഗാനം പുറത്തിറങ്ങി. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിനു വേണ്ടി സത്യനന്ദിക്കാട് രചിച്ച് എം.ജി. രാധാകൃഷ്ണൻ സംഗീതമൊരുക്കിയ രജനി പറയൂ എന്ന ഗാനം ചിത്രയുടെ ആദ്യ സോളോ ഹിറ്റായി. 1983 പുറത്തിറങ്ങിയ മാമാട്ടിക്കുട്ടിയമ്മ എന്ന ചിത്രത്തിലെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ഗാനം ചിത്രയുടെ കരിയർ ഗ്രാഫ് ഉയർത്തി. അതോടെ അവസരങ്ങളുടെ വസന്തകാലം ചിത്രയെ തേടിയെത്തി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ഹിന്ദി, ബംഗാളി, അസമീസ് തുടങ്ങി മിക്ക ഭാഷകളിലും ആ മധുര ശബ്ദം ഒഴുകി നടന്നു. 15 സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് പുറമെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഒറീസ സർക്കാരിൻ്റെയും പുരസ്കാരങ്ങൾ ചിത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2005 രാജ്യം പത്മശ്രീ നൽകി ചിത്ര എന്ന പാട്ടിൻ്റെ പാലാഴിയെ ആദരിച്ചു.